മാസങ്ങൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ ഫെബ്രുവരി 14 ആരംഭിക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രി പ്രഖ്യാപിച്ചു. ISLൽ 14 ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി സ്ഥിരീകരിച്ചു. ആകെ 91 മത്സരങ്ങളാണ് ഈ സീസണിൽ ഉണ്ടാവുക. നേരത്തെ ടൂർണമെന്റ് ഗോവയിൽ മാത്രമായി നടത്താനായിരുന്നു ആലോചനയെങ്കിലും പുതിയ തീരുമാനപ്രകാരം വിവിധ ടീമുകളുടെ ഹോം ഗ്രൗണ്ടിലടക്കം ISL മത്സരങ്ങൾ നടക്കും. ഇതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില മത്സരങ്ങൾക്ക് കൊച്ചി വേദിയാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെ SIT പാളികൾ കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തിയെന്ന് മനഃപൂർവ്വമാണെന്ന് ഹൈക്കോടതി അറിയിച്ചു. കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെടുന്ന പത്മകുമാറിന്റെ വാദവും തെറ്റാണെന്ന് SIT അറിയിച്ചു. കേരളത്തിൽ അസാമാന്യമായ നിയമസഭ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി BJP. ഇതിന്റെ ആദ്യപടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ജനുവരി 11 ഞായറാഴ്ചയാണ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തുക. എല്ലാ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകി പ്രവർത്തിക്കാനാണ് BJP ഇക്കുറി മുൻതൂക്കം നൽകുന്നത്. മിഷൻ 2026-ൽ 35 സീറ്റുകളാണ് BJP പ്രധാനമായും കണ്ണുവെക്കുന്നതെന്നാണ് വിവരം. ഭരണം പിടിക്കുന്നതിനപ്പുറം 2026-ൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിലയിൽ വളരുക എന്നതാണ് 35 സീറ്റുകളിൽ വലിയ ശ്രദ്ധ വെച്ചുള്ള BJP തന്ത്രം. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം. പ്രസവിച്ച യുവതിയുടെ വയറിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം ലഭിച്ചു. അസഹനീയമായ വേദനയെ തുടർന്ന് 21-കാരി ആശുപത്രിയിലെത്തിയെങ്കിലും സ്കാനിങ്ങിന് തയ്യാറായില്ലെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. ഇതിനുശേഷം തുണിക്കഷ്ണം ശരീരത്തിൽ നിന്ന് പുറത്തു വന്നെന്നാണ് പരാതി. തിരുവത്ര ദാമോദർജി പുരസ്കാരം പ്രമുഖ ഗാന്ധി മാർഗ പ്രവർത്തകൻ ചെറാട്ട് ബാലകൃഷ്ണന് സമ്മാനിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും സർവോദയ നേതാവുമായിരുന്ന തിരുവത്ര ദാമോദരന്റെ 108-ാം ജന്മദിനത്തിൽ തിരുവത്ര ദാമോദരൻ ഫൗണ്ടേഷനും മഹാത്മാ സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ആദര സദസ്സിൽ വെച്ച് റിട്ടയർഡ് ജില്ലാ ജഡ്ജി രമേശ് ഭായിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. സർവോദയ ദർശൻ ചെയർമാൻ M പീതാംബരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേളപ്പജി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവൻ നമ്പ്യത്ത് അധ്യക്ഷത വഹിച്ചു. TS സുകുമാരൻ, പഞ്ചായത്ത് മെമ്പർ KS കൃഷ്ണൻകുട്ടി, ഡേവിഡ് കണ്ണമ്പുഴ, KK ജോസ്, KS സുരേന്ദ്രൻ, TS ജോസ്, K മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.